അത് ചിന്തിക്കാതിരിക്കും നിന്റെ അല്ല പറഞ്ഞല്ലോ ഈ 3 ആഴ്ച എനിക്ക് ഡോക്ടറെ തന്നത് കുറച്ച് മരുന്നുണ്ട്, അത് യൂസ് ചെയ്ത് എന്റെ ഫേസിൽ കുരുക്കൾ വരുന്നുണ്ട്, പാടുകളുണ്ടായിരുന്നു. ഇങ്ങനെ കുരു വന്നിട്ട് അങ്ങനെ വീർത്തരാത്തന്റെ റെഡിഷ് പാടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കുരുക്കളായി വന്നിട്ടുണ്ട് ഒരു ദിവസത്തെ മരുന്നിൽ തന്നെ. ഇതാ നോക്ക്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന 2 കമൻറ്റിനുള്ള മറുപടി തരണം. കമൻറ്റ് നമ്പർ 1, ചേച്ചി വീഡിയോ ചെയ്യുന്ന സമയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. എടാ, ഞാൻ വീഡിയോ എടുക്കുന്ന സമയം ഞാൻ നിൽക്കുന്ന ഒരു സ്പേസ് ബാക്കിയുള്ള എല്ലാവരും ഒക്കുപ്പൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവർ ചിലപ്പോൾ അവിടെ വരും, ഇവിടെ വരും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അപ്പം ഞാൻ പിന്നെ നൈസായിട്ടൊന്ന് ഇങ്ങനെയൊക്കെ നോക്കും. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി ഞാൻ ചെയ്യുന്നില്ല. രണ്ടാമത് വന്നൊരു കമൻറ്റാണ്, ഇടയ്ക്കിടയ്ക്ക് മൂക്ക് പിടിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ ഭയങ്കര അലർജറ്റിക് ആണ്, എനിക്ക് ജലദോഷമുണ്ട്, മൂക്കടപ്പുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയി കുറേ നേരം സംസാരിച്ചാൽ തന്നെ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ പിടിക്കുന്നത്, അല്ലാണ്ട് അതിന് വേറൊരു അർത്ഥമില്ല. നിങ്ങൾ ആ കമൻറ്റ് ഇട്ടത് കൊണ്ട് അതിനൊരു ക്ലാരിറ്റി തരണം എന്നുള്ളത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഷയം എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും 1-2 ആൾക്കാരുടെ വീഡിയോയിൽ കൂടെ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുള്ളവർക്ക് എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. കാണാത്തവർക്ക് നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ വിഷയം എന്താണ് എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഓൾറെഡി ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ സംസാരിച്ചിരുന്നു. അന്നത് യൂട്യൂബിൽ വലിയൊരു ചർച്ചയായിരുന്നു. ഈവൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും എടുത്ത ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അത്യാവശ്യം റീച്ച് സോഷ്യൽ മീഡിയയിൽ കിട്ടുകയും ചെയ്തിരുന്നു. വിഷയം എന്താ അറിയാത്ത ആൾക്കാർക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. ബ്യൂട്ടി ബ്ലോഗേഴ്സ് എന്ന് വെച്ചാൽ സോ കോൾഡ്, ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു മെയിൻ ഏർണിംഗ് പ്ലാറ്റ്ഫോം ആക്കിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് വീട്ടമ്മമാർ, അല്ലെ കല്യാണം കഴിച്ച് കുടുംബത്തിൽ ഇപ്പോൾ വേറെ ജോലിക്കൊന്നും പോകാണ്ട് നിൽക്കുന്ന ആൾക്കാർ. ഇവരാദ്യമൊക്കെ അടുക്കളയിൽ പാവക്ക കറി ഉണ്ടാക്കുന്നതും സാമ്പാർ ഉണ്ടാക്കുന്നതും അവിയൽ ഉണ്ടാക്കുന്നതും കൂട്ടുകറിയൊക്കെ കാണിച്ചിട്ടാണ് വരിക. അങ്ങനെ ഇവരുടെ ഈ അവിയലും സാമ്പാറും കൂട്ടുകറിയും ഒക്കെ കണ്ട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വല്ല ലക്ഷങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് കുറേ പ്രൊമോഷൻസ് വരും. പെയ്ഡ് പ്രൊമോഷൻസ്, സാധാ പ്രൊമോഷൻസ് അല്ല, പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ആരാണോ ഇവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത് അവർ നല്ല വ്യക്തമായി പറയും. അതിൻ്റെ ബേസിസിൽ ഒരു എക്സ്പ്ലനേഷനും ഇല്ലാണ്ട് ഒന്നുമില്ലാണ്ട് ഇവർ കയറി പല പ്രൊഡക്റ്റുകൾ ഇങ്ങനെ മുഖത്ത് വാരിയിട്ട് പ്രൊമോട്ട് ചെയ്യും. ചിലപ്പോൾ വാഷ് ചെയ്ത് കളയുന്നുണ്ടാവും, നമ്മളറിയില്ല, നമ്മൾ കാണുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഒരാൾ തന്നെ ഒരാഴ്ചയിൽ 2-3 സൺസ്ക്രീനാണ് കാണിക്കുക. അപ്പം അങ്ങനെ കാണിക്കുന്നു. ഈ കാണിക്കുന്നൊക്കെ കാണുമ്പോൾ നമ്മളെല്ലാവരും കരുതും ദിസ് ഈസ് വാട്ട് ദ റിയാലിറ്റി എന്ന് കരുതും. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുക ഇവരുടെ മുഖത്ത് വേണ്ട പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും ഇവർ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കാണിക്കുന്നുണ്ട്. അതിൻ്റെ എഫക്റ്റിലാണ് ഇവരുടെ ഫേസിൽ ചേഞ്ച് വരുന്നത്. ഇപ്പോൾ ഗ്ലൂട്ടാതയോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഈ ഗ്ലൂട്ടാതയോൺ ചെയ്തിട്ടായിരിക്കും ഇവരുടെ മുഖത്തിന് ഫെയർനെസ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇവർ വന്നിട്ട് പറയും ഈ ക്രീം തേച്ചാൽ നിങ്ങളുടെ മുഖം ഇങ്ങനെയാവും, ഈ ക്രീം തേച്ചാൽ. എന്നാൽ ഇത് വിശ്വസിച്ച് കൊണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങി പൈസ പോയി പണി കിട്ടി ഫേസിന് ഇഷ്യൂ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വിഷയം സൊസൈറ്റിയിൽ നടക്കുന്നത് കൊണ്ട് എപ്പോൾ ഇതൊരു ഡിസ്കഷൻ ആവും, എപ്പോൾ ഇതൊരു ചർച്ചയാവും എന്ന് നോക്കുന്ന സമയത്താണ് കല്യാണി എന്ന് പറയുന്ന ബ്ലോഗർ ആളുടെ ഫേസിലുണ്ടായിരുന്ന ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഇതിടുന്നത്. അത് പിന്നെ വലിയൊരു കോൺട്രവേഴ്സിയായി വിഷയമായി നോക്കി. കല്യാണി എന്തോ സ്റ്റെറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീം വാങ്ങി യൂസ് ചെയ്തുകൊണ്ടാണ് ഫേസിന് സൈഡ് എഫക്റ്റ് വന്നത്. ആൻഡ് കല്യാണി വേറെ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, വലിയൊരു വിഷയം. അങ്ങനെ അതൊന്ന് ഭൂകമ്പം ഉണ്ടായി, എല്ലാം ഒന്ന് തീർന്നു, എല്ലാം കെട്ടടഞ്ഞു എന്ന് കരുതി ഞാൻ ഇരിക്കുന്ന സമയത്താണ് അടുത്ത ഇൻഫ്ലുവൻസർ ഇതേ വിഷയമായിട്ട് വരുന്നത്. ആ അടുത്ത ഇൻഫ്ലുവൻസറിന് കിട്ടിയിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സിന് ഉപയോഗം കൊണ്ടുണ്ടായ ഇഷ്യൂ ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ഇൻഫ്ലുവൻസറിൻ്റെ പേരാണ് പൊന്നൂസ് എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഓർമ്മ വരിക ഉപ്പും മുളകും ലൈറ്റിലെ പൊന്നു. ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പും മുളക് ലൈറ്റ് ഫാമിലിനെ കുറിച്ച് നമുക്കറിയാം. സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സീൻ്റെ പുറത്ത് കോൺട്രവേഴ്സി. ഇവരെക്കുറിച്ച് ഞാൻ തന്നെ എത്ര വീഡിയോ ഇട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഒരു ഫാമിലി വ്ളോഗേഴ്സാണ്. അച്ഛൻ, അമ്മ, 4 മക്കൾ. കല്യാണമൊക്കെ ഇങ്ങനെ വേഗം ഇവർ യൂട്യൂബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വലിയൊരു വിഷയം വന്നു. അവളൊരു 18 വയസ്സല്ലേ ആവുന്നുള്ളൂ, അവളെ പഠിപ്പിച്ചുകൂടെ, അവളെ ഇൻഡിപെൻഡൻ്റ് ആക്കിക്കൂടെ, എന്നിട്ട് പോരെ കല്യാണം എന്ന് പറഞ്ഞൊരു ചർച്ച. ആ സമയം കല്യാണം കഴിക്കേണ്ട, വീട്ടിലെ കാര്യങ്ങളൊക്കെ ബേസിക് നോക്കാൻ അവർക്ക് അറിയാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ, അതൊരു വിഷയമായി. അത് കഴിഞ്ഞതിന് ശേഷം മോളുടെ എൻഗേജ്മെൻറ്റ്. പക്ഷേ കഴിഞ്ഞതിന് ശേഷം മോള് വേറെ ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയി. അപ്പോൾ അമ്മ വന്ന് മോളെ ചീത്ത പറഞ്ഞ് വീഡിയോ ഇട്ടു. അപ്പം തന്നെ മോൾ എന്ത് ചെയ്തു, അമ്മയ്ക്ക് അഗെയിൻസ്റ്റ് വീഡിയോ ഇട്ടു.
പിന്നെ അമ്മയും മോളും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിന്നു. അപ്പം തന്നെ എത്രയായി? 5 കോൺട്രവേഴ്സിയായി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മോളുടെ കല്യാണം ഉറപ്പിച്ചു, അതും ഒരു 18-19 വയസ്സിൽ. പക്ഷേ രണ്ടാമത്തെ മോളെ കല്യാണം ഉറപ്പിച്ചവനെ ലാസ്റ്റ് കല്യാണം കഴിക്കേണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു. പെണ്ണ് നോക്കിയിരുന്നില്ല, പെണ്ണ് ചാടിപ്പോയി. അത് പിന്നെ ഒരു വിഷയമായി. അമ്മ പെണ്ണിന് അഗെയിൻസ്റ്റ് വിടുന്നു, പെണ്ണ് അഗെയിൻസ്റ്റ് വിടുന്നു, പെണ്ണ് ചേച്ചിക്ക് അഗെയിൻസ്റ്റ്. എൻ്റെ അമ്മോ, അതൊക്കെ കഴിഞ്ഞിട്ട് വലിയ കോൺട്രവേഴ്സി ഒന്നും ഇല്ലാണ്ട് ഇവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ ലൈഫ് ഇങ്ങനെ ഫ്രണ്ടോട്ട് പോകുന്ന സമയത്താണ് ഇപ്പം അടുത്തൊരു കോൺട്രവേഴ്സി റീസെൻ്റ്ലി വന്നത്. രണ്ടാമത്തെ മോളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും രണ്ടാമത്തെ മോളുടെ ഫാമിലിയും ഇവരും തമ്മിലൊരു കോൺട്രവേഴ്സി. അങ്ങനെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സികളായി പോയിക്കൊണ്ടിരിക്കുന്ന ഉപ്പും മുളക് ലൈറ്റ് ഫാമിലിയിലെ പൊന്നൂസ് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിലാൾ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് റീസെൻ്റ്ലി. ആ വീഡിയോയിൽ അയാളുടെ സ്കിന്നിനൊരു ഇഷ്യൂ വന്നതും ഹോസ്പിറ്റലിൽ കാണിച്ചതുമായ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പൊന്നൂൻ്റെ ഒരു സാധാരണയുള്ളൊരു വ്ളോഗ് വീഡിയോ കാണാം. മോർണിംഗ് റൊട്ടീൻ കണ്ടാലും അപ്പോൾ ആ രാവിലെ എഴുന്നേറ്റ് വന്ന് എൻ്റെ ആദ്യത്തെ പരിപാടി ഫേസൊക്കെ കഴുകി എനിക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാണ്ടായിട്ട്. കാരണം എൻ്റെ സ്കിന്ന് കുറച്ച് റെഡിഷൊക്കെ ആയത് എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കുറച്ചധികം പരിപാടികൾ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതായത് ഇപ്പോൾ ഡോക്ടർ തന്ന മരുന്നാണ്, അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു അത് തേച്ചിട്ടാണ് ഇത് തേച്ചിട്ടാണ്. അപ്പോൾ ഒന്നും തേച്ചിട്ടല്ല, നമ്മൾ ഓരോ സ്കിന്നിന് ഓരോ ടൈമിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കെയർ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, എന്തുകൊണ്ടോ വന്നു പോയി ചെറിയ പ്രോബ്ലം, അതിപ്പോൾ ഞാൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല. എൻ്റെ സ്കിന്ന് റെഡിഷായി, ഞാനൊരു ഡോക്ടറെ കാണിച്ചു, ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഡോക്ടർ തന്നിട്ടുള്ള മെഡിസിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഇതിനിടയിൽ തന്നെ പറയുന്നുണ്ട്, ഈ എൻ്റെ വീഡിയോൻ്റെ താഴെ കുറച്ച് കമൻ്റ് ഒക്കെ വന്നു, നിങ്ങൾ കുറേ ക്രീമൊക്കെ പ്രൊമോട്ട് ചെയ്തല്ലോ, ഇനി ഓഫ് കോഴ്സ് അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് ആണോ എന്നുള്ളൊരു ചോദ്യം വന്നു എന്നുള്ള സാധനം പറയുന്നുണ്ട്. ഇവർ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നുമല്ല, സ്കിന്നല്ലേ, സ്കിന്നാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അലർജിയോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ പോലെയുള്ള കാര്യങ്ങൾ വരില്ലേ, അല്ലെങ്കിൽ ഞാൻ സ്കിന്ന് കെയർ ചെയ്യാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതല്ല ഇതാണ് എന്നൊരു സാധനം പറയുന്നത്. അപ്പം ഈ സ്കിന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എൻ്റെ സ്കിന്നിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഈവൻ പ്രൊഡക്റ്റിലാണെങ്കിലും ഡോക്ടേഴ്സിലാണെങ്കിലും, അതിനിപ്പോൾ ആയുർവേദ ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും, അതിനിപ്പോൾ എൻ്റെ ഹോം ടൗണിലെ ഡോക്ടറാണെങ്കിലും ഇനി പുറത്തുള്ള ഡോക്ടറാണെങ്കിലും എല്ലാ പരീക്ഷണങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആൻഡ് സ്കിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടൻറ്റ്സ് ആയിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആദ്യം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കാണൽ വളരെ കുറവാണ് ആദ്യം കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കിൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റും. ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഒരാളുടെ സ്കിന്നിൽ അലർജി അങ്ങനെ വരില്ല. ഒന്നെങ്കിൽ ഡസ്റ്റ് അലർജി ആവാം, അല്ലെങ്കിൽ നമ്മൾ കഴിച്ച എന്തെങ്കിലും ഫുഡിൻ്റെ അലർജി ആവാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത എന്തെങ്കിലും പ്രൊഡക്റ്റ്. ഇതാണ് മെയിനായിട്ട് വരാനുള്ള സ്കിന്നിൽ അലർജി വരാനുള്ള എൻ്റെ റീസൺസ് 3 ഇത്. അല്ലെങ്കിൽ വല്ല പാറ്റയോ ജീവിയോ ജന്തുക്കളോ എന്തെങ്കിലുമൊക്കെ നമ്മളെ കടിച്ചിട്ടുണ്ടാവണം. ഇതൊക്കെയാണ് ഒരു മെയിൻ റീസൺ. അപ്പോൾ ഇപ്പോൾ ഡസ്റ്റ് അലർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചതിൻ്റെ അലർജിയോ ആണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് വരും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പൈനാപ്പിൾ പറ്റൂല. പൈനാപ്പിൾ കഴിച്ചാൽ എൻ്റെ സ്കിന്ന് ഭയങ്കര ഇറിറ്റേഷനാണ്. അതുപോലെ തന്നെ എനിക്ക് പൊടിയും പറ്റൂല. എന്നുവെച്ചാൽ ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റും. 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ മാറ്റിയാലും എൻ്റെ മേത്ത് അലർജി പോലെ തന്നെയാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീച്ച് വരുന്ന സമയം എൻ്റെ ബെഡ്ഷീറ്റ് മടക്കി നീറ്റാക്കി വെച്ച് വരും. ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രമാണ് ഞാൻ വിരിക്കുക, നന്നായി കുടഞ്ഞതിന് ശേഷം. കാരണം രാവിലെ തൊട്ട് നമ്മൾ വിരിച്ചിട്ട് ഇനി എന്തെങ്കിലും ഒരു ചെറിയ മൈനോട്ട് പൊടി വന്നാൽ വരെ തന്നെ എൻ്റെ സ്കിന്നിൻ്റെ കാര്യം എൻ്റെ അമ്മയെ തീരുമാനം. അപ്പോൾ ഇങ്ങനെ ഡസ്റ്റ് അലർജീസ് വളരെ കോമൺ ആണ്. അതുപോലെ തന്നെ പിന്നെ ഈ പുഴു അങ്ങനെ എന്തെങ്കിലും അരിച്ചാൽ നമുക്ക് സ്കിന്നിന് വരും. അതിന് നമ്മൾ ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലതൊക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാലോ സ്കിന്ന് ഓക്കെ ആവും. അല്ലെങ്കിൽ ഫുഡ് അലർജി, അത് നമുക്ക് തന്നെ അറിയാം ആർക്കൊക്കെ ഏതൊക്കെ ഫുഡ്. ഇപ്പം എൻ്റെ സിസ്റ്റർ ഉണ്ട്, അമ്മു, അവൾക്ക് ചെയ്യാനേ പറ്റില്ല നമ്മളിങ്ങനെ പറയുന്നത് കേൾക്കാം. അതുപോലെ എനിക്ക് പൈനാപ്പിൾ പറ്റൂല. അങ്ങനെ ഫുഡ് അലർജിയിലും സ്കിന്ന് വരും. ഇതല്ലെങ്കിൽ പിന്നെ സ്കിന്നിന് അലർജി വരാനുള്ള റീസൺ എന്താ അറിയാം, നമ്മുടെ സ്കിന്നിന് പറ്റാത്ത പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്ത സിറ്റുവേഷനോ ഒക്കെ വന്നാലാണ് നമുക്ക് സ്കിന്നിന് വരിക. ഒരു റെഡ് തരത്തിലുള്ള ഒരു സാധനം സ്കിന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു നിഗമന പ്രകാരം എന്തോ യൂസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ സൈഡ് എഫക്റ്റ് ആണെന്നുള്ളത് കൺഫേമാണ്. ഇപ്പോൾ അവർ ഇല്ലയെന്ന് പറഞ്ഞാൽ എനിക്കത് ഉറപ്പിക്കാൻ പറ്റില്ല, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. കാരണം എൻ്റെ സ്കിന്ന് വളരെ ഓയിലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. എല്ലാ പ്രൊഡക്റ്റും ഒന്നും എൻ്റെ സ്കിന്നിന് പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ സ്കിന്നിൽ പല പ്രൊഡക്റ്റുകൾ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം ഞാനതൊക്കെ നിർത്തി ഒരു ബേസിക് റൂട്ടീനിലാണ് ഇന്നും പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കിൻ കെയർ എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കാനില്ല. പക്ഷെ ഞാനിങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. പലതരം മോയ്സ്ചറൈസർ, പലതരം സൺസ്ക്രീന്, പിന്നെ പലതരം ടോണറുകൾ ഒക്കെ വാങ്ങി ഞാനിങ്ങനെ ട്രൈ ചെയ്യും. ചില ആൾക്കാർ ഇപ്പോൾ കുറേ മുമ്പ് ട്രൈ ചെയ്യുന്ന കാര്യം കേട്ടോ പറയുന്നത്, ഇപ്പൊന്നും അല്ലേ, ഈ പോൺസ് സൂപ്പർ ലൈറ്റ് മോയ്സ്ചറൈസർ, കോജിക് ആസിഡ് സിറം, പിന്നെന്താണ് ഈ എന്താ പറയുക
ഇതുണ്ടല്ലോ ഇഷ്ടം കുങ്കുമപ്പൂവിൻ്റെ എന്തോ ഒരു സാധനം എന്തൊക്കെയോ കുന്ത്രാണ്ടുണ്ട്. പിന്നെ ഈ നാൽപ്പാമരാതി എണ്ണ ഇങ്ങനത്തെ കുറേ പരീക്ഷണങ്ങൾ നടത്തും. ഈ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതെൻ്റെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യാത്തൊരു സാധനമാണെങ്കിൽ 100% മോന്ത മുഴുവൻ തരുതരാന്ന് പറഞ്ഞ കുരുക്കൾ വരും. എൻ്റെ ഈ കുരു ഫുള്ള് ചോപ്പ് കളറായിരിക്കും. ആ പ്രൊഡക്റ്റ് നിർത്തി വരുന്ന 72 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 ദിവസം കഴിയുമ്പോഴേക്ക് ഈ വന്ന കുരുവൊക്കെ അതുപോലെ തന്നെ അങ്ങ് പോവുകയും ചെയ്യും. അപ്പം സ്കിന്നിന് ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിന്നിന് ചേരാത്ത പ്രൊഡക്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക, അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു ആസിഡ് അടങ്ങിയിട്ടുള്ള ക്രീം യൂസ് ചെയ്താൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. സാലിസിലിക് ആസിഡ് നൈറ്റിൽ യൂസ് ചെയ്യണം, നിയാസിനമൈഡ് മോർണിംഗ് യൂസ് ചെയ്യണം, അങ്ങനെ കുറേ അങ്ങനത്തെ കുറേ വ്യത്യാസമുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി വന്നാലും എന്ത് ചെയ്യും, ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ റെഡിഷ് എന്ന് പറയുന്ന ഒരു സാധനം ചേച്ചിക്ക് വന്നത് സ്കിൻ കെയർ ചെയ്യാത്തത് കൊണ്ടാണെന്ന് പറയില്ല. ഇപ്പം എൻ്റെ അമ്മ സ്കിന്ന് കെയർ ചെയ്യുന്നുണ്ടോ? എൻ്റെ അമ്മ സ്കിൻ കെയർ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യലില്ല. പിന്നെ ആകെ ചെയ്യുന്നത് ഫേസ് വാഷാണ്. ഫേസ് വാഷ് ഉണ്ടെങ്കിൽ സോപ്പ് ഇട്ട് ചെയ്യുക. നമ്മുടെ അമ്മമാർ കെയർ ചെയ്തിരുന്നോ? അല്ലെങ്കിൽ നമുക്ക് തന്നെ ആണുങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്നവരുണ്ടോ? ചെയ്യുന്നവരുണ്ട്, എന്നാൽ ഒരു ഭൂരിപക്ഷവും ചെയ്യാത്ത ആൾക്കാർ. ഇവരെ മുഖത്തൊക്കെ ഈ ചുവന്ന് ചോര പോലെ ഇങ്ങനെ പൊന്തി തടിച്ച് വന്ന് ഇവർ ഹോസ്പിറ്റലിൽ കാണിക്കണ്ടല്ലോ. അതല്ലട വന്നെ. ഡസ്റ്റും ഫുഡും അല്ലെങ്കിൽ എന്തോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സൈഡ് എഫക്റ്റ്. അത് സമ്മതിക്കാൻ പറ്റില്ലെങ്കിൽ സിമ്പിളായി ചെയ്യേണ്ട കാര്യം ഈ കോണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഇടരുതായിരുന്നു. ഇനി ഞാൻ റീസെൻ്റ്ലി അവരുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷന് പോകുന്ന സമയത്ത് പൊന്നൂസ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ളൊരു മേക്കപ്പ് നമുക്ക് കാണാം. എന്നാട്ടെ നമ്മൾ ഷോപ്പിന്റെ ഓപ്പണിംഗ്. അപ്പൊ അതിന് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ റെഡി ചെയ്യാൻ നോക്കിയാൽ അപ്പൊ അതിന് മുന്നേ തന്നെ ഈ ഒരു നൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ചു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളറാണ്. അതേപോലെ നല്ല ഒട്ടി കിടക്കുന്ന തുണിയാണെങ്കിൽ നമ്മൾ ഒട്ടും തടിയൊന്നും തോന്നിക്കില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ വീഡിയോയുടെ മേലിൽ കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് നേരം കളയാതെ അങ്ങോട്ട് ഞാൻ ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇപ്പം എൻ്റെ സിസ്റ്ററൊക്കെ ഉണ്ട് ഈ ഭയങ്കര മ്യൂസിക്സ് അല്ലെങ്കിൽ എന്താണ് പറയുക, ഈവൻ ഈ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ സീരീസൊക്കെ കാണുന്ന ആളാണ്, സിനിമകളൊക്കെ. ഞാൻ ഈ സീരീസ് സിനിമ ഇങ്ങനത്തെ ഒന്നും കാണില്ല. ഞാൻ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ചെയ്തിട്ട് കാണാം. പക്ഷേ ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി, സീരീസ് കാണാത്ത ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കാണാൻ തുടങ്ങി. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താ അറിയോ? ഇപ്പം ഇങ്ങനത്തെ ഒറ്റ വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് ഊയിൻ്റെ അപ്പം നമുക്ക് കാണാൻ പറ്റില്ല. ഒറ്റ വ്ളോഗേഴ്സിൻ്റെ വീഡിയോ നമുക്ക് കാണാൻ പറ്റില്ല. അതിനൊരു മേജർ റീസൺ എന്താ അറിയോ? ഇവർ എന്ത് വീഡിയോ ഇടുകയാണെങ്കിലും, കഞ്ഞി കുടിക്കുന്ന വീഡിയോ ഇടുകയാണെങ്കിൽ ഇവർ പറയും ഈ സ്പൂൺ വാങ്ങണമെങ്കിൽ ഈ ലിങ്ക് കയറും. വീടിൻ്റെ ഹോള് കാണിക്കുകയാണെങ്കിൽ ഈ ചവിട്ടി വാങ്ങണമെങ്കിൽ ഈ ലിങ്ക് കയറും. ഒരൊറ്റ വീഡിയോ നിങ്ങൾ പല ഈ ഫാമിലി വ്ളോഗേഴ്സ് ആൾക്കാരുടെ ചാനൽ എടുത്ത് നോക്ക്, ഈ കുടുംബകാര്യങ്ങളും കഞ്ഞിയും പയറും ഉണ്ടാക്കുന്ന ഇവരുടെ ഒരു 10 വീഡിയോ വന്നാൽ ഇപ്പോൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്ന കുട്ടികൾ വരെ അവരുടെ വ്ളോഗ് ചാനലിൽ വരെ ബെഡ്ഷീറ്റ് വാങ്ങുന്നതും ഈ എന്താണ് ഈ കിച്ചൺ ആക്സസറീസ് വാങ്ങുന്നതും ഡ്രസ്സ് വാങ്ങുന്നതും നൈറ്റി വാങ്ങുന്നതുമാണ്. ഞാൻ നിർത്തി. ഈ വെറുപ്പിക്കൽ കാരണമാണ് ഞാൻ യൂട്യൂബ് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സിലോട്ട് കയറി. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, പുള്ളിക്കാരി കാണിക്കാൻ വന്നത് പുള്ളിക്കാരിയുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ, അതിൻ്റെ ഉള്ളിൽ ഇടയിൽ കൂടെ നൈറ്റി. കാരണം നമ്മൾ ഈ നൈറ്റി കണ്ട് ഇഷ്ടപ്പെട്ട് അതിൽ കയറി നമ്മൾ വാങ്ങിച്ചാൽ ഇവർക്കൊരു കമ്മീഷൻ കിട്ടുവേ. ബാക്കി വേണം റെഡി ആവാൻ വേണ്ടി പോയിട്ട്. അപ്പൊ ഞാൻ വേഗം തന്നെ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. കുളിച്ച് വന്ന് നിൽക്കുന്ന കോലാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ടോണർ അടിച്ചു കൊടുക്കും. ഇത് ഞാൻ PSCD ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നല്ലൊരു ഇവന്റോ കാര്യങ്ങളിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് മേക്കപ്പ് നന്നായി ലാസ്റ്റ് ചെയ്യാൻ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം. അതാണ് സെറ്റ് ആയി വരുമ്പോൾ നമുക്ക് അടുത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അത് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ഇന്നായിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറ്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ മാത്രമല്ല അമ്മയാണെങ്കിലും കുഞ്ഞിനൊക്കെ ഇത് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ ഫോറെവറിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് ഇടുന്നത് ഈ ഒരു ബോട്ടിൽ മേടിച്ച് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. കാരണം വളരെ കുറച്ചൊന്നും വേണ്ടോ, നന്നായി കവറേജും കാര്യം കിട്ടുന്ന ഫൗണ്ടേഷൻ ആയിട്ട് നന്നായി ലാസ്റ്റ് ചെയ്യും. അങ്ങനെ അത് ഫേസ് ഫുൾ ഇട്ടതിന്റെ ആവശ്യം ഞാൻ ഫേസ് സ്കാൻ്റെ കോമ്പാക്ട് ഇട്ടിട്ട് ഫേസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ ചില നേരത്ത് മാത്രമേ ഇടാറുള്ളൂ. പിന്നെ അതായ ഒരു ഐഷാഡോ പാലറ്റ് ഞാൻ പണ്ട് മേടിച്ചതാണ്. ഇതിന്റെ ലിങ്ക് എനിക്ക് കിട്ടുമെന്ന് അറിയില്ല, കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഫേസ് സ്കാൻ്റെ ഐലൈനർ കൊണ്ട് ഇതിനകത്ത് കണ്ണ് എഴുതി കൊടുത്തതൊക്കെ. പിന്നെ ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വളരെ കുറച്ചിട്ടിട്ടുള്ളൂ. ഞാൻ തടി വെച്ചിട്ടുള്ളൂ. കളർ അത്യാവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഫേസ് സ്കാൻ്റെ ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് ഭയങ്കര ലാസ്റ്റിംഗ് ആണ്, നല്ല കളറാട്ടാ. ഇട്ടതൊന്നും ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്തൊരു ഭംഗിയാണെന്ന് നമ്മൾ ലിപ്പ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു മസ്കാരയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏതിന്റെ പ്രൊഡക്റ്റ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അടിപൊളിയാണ്. പിന്നെ ലാക്മിയുടെ സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ചു കൊടുത്തപ്പോൾ എന്റെ മേക്കപ്പ് ആണ് തീർന്നിട്ടുണ്ട്. ഈ സെറ്റിംഗ് സ്പ്രേ നമുക്ക് 36 മണിക്കൂറോളം മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി അടിപൊളിയാട്ടാ. പിന്നെ അതായത് ഒരു ബ്ലാക്ക് സാരിയാണ് ഞാൻ ഇന്ന് ഉടുക്കുന്നത്. അപ്പൊ അത് ഉടുത്തിട്ട് വരാം. ഞാനിവിടെ സാരി ഉടുക്കുന്നതിന്റെ ഇടയിൽ ഏട്ടന്റെ മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്. അങ്ങനെ ഞാൻ സാരി എല്ലാം എടുത്ത് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ നല്ലോണം നേരം പിടിക്കിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ മേക്കപ്പ് കഴിഞ്ഞ ടൈമിലേക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ പരിപാടിക്ക് പോയി വന്നതിന് ശേഷം എടുത്ത വീഡിയോസ് ആട്ടാ. അപ്പോൾ നമ്മുടെ മേക്കപ്പിനൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റുകളെ ലിങ്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും ബൈ.
അപ്പോൾ ഇതാണ് വീഡിയോ. ഞാൻ ആ വീഡിയോനെ പറ്റി പറയുന്നതിന് മുമ്പ് നിങ്ങൾ ലാസ്റ്റ് ഒരു ഡയലോഗ് കേട്ടോ, ഈ പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ. അപ്പം ചില ആൾക്കാർ പറയും ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനല്ലേ പറയുന്നുള്ളൂ, ഞങ്ങൾ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഇവിടെ പൊന്നൂൻ്റെ ഫേസ് ഒന്ന് നോക്കി നോക്ക്, എന്തൊരു മേക്കപ്പ് മീൻസ് ആൾ ചെയ്തത്. നല്ല ഭംഗിയുണ്ട് ആളെ കാണാൻ, ഭയങ്കര ക്യൂട്ടാണ്. അപ്പം അതും വളരെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. ടോണർ അടിക്കുന്നു, മോയ്സ്ചറൈസർ ഇടുന്നു, അതിൻ്റെ കൂടെ ഫൗണ്ടേഷൻ ഇടുന്നു, സെറ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ കരുതും ഈ 5 സാധനം ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ സ്കിന്നും ഇങ്ങനെയാവും. സ്കിൻ കെയറിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല അറിവുണ്ടാവണം എന്നില്ല. ഞാനും ഈ മണ്ടത്തരങ്ങളൊക്കെ ചെയ്ത ആളാണ്. അവർ പറയണം ഇത് എൻ്റെ ഫൗണ്ടേഷൻ ഷെയ്ഡാണ്, ഈ ഷെയ്ഡ് നിങ്ങൾക്ക് ചേരണമെന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ഷെയ്ഡ് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇങ്ങനെ സെറ്റ് ചെയ്യാൻ. ഇതൊന്നും ഈവൻ ഒരു വീഡിയോ ചെയ്യുന്ന ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒരു സ്ട്രോപ്പ് ക്രീമോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്, ഈ ഗിൽറ്റ് പോലെ ഇങ്ങനെ തിളങ്ങിക്കുന്നത്, എല്ലാവരും ഇത് പ്രൊമോട്ട് ചെയ്യുക. എല്ലാവരും ഫേസിൽ ഈ ക്രീം പറ്റുമോ, എല്ലാവരുടെ ഫേസിലും ഇത് ഓക്കെ ആണോ, അതൊന്നും നോക്കുന്നില്ല. ഇത് വാങ്ങിക്കോ, തേച്ചോ, ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. നിങ്ങൾ ഈ മേക്കപ്പ് പ്രൊഡക്ട്സുകളും ഈ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളും ഈ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിസിലോ പെയ്ഡ് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ടോ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കുക. ഇനി പ്രൊമോട്ട് ചെയ്യണം നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, ഇതേ പ്രൊഡക്റ്റ് ഒരു 10-30 തവണ നിങ്ങൾ മുഖത്ത് ഇട്ട് കാണിച്ചിട്ട് ആ വീഡിയോസ് എല്ലാം വെച്ച് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും. അല്ലാണ്ട് ഒരു ദിവസം കിട്ടുന്ന ഈ സാധനം വെച്ചല്ല പ്രൊമോട്ട് ചെയ്യേണ്ടത്. ആൻഡ് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ സ്കിൻ കെയർ പ്രൊഡക്റ്റും എല്ലാവർക്കും ഒരുപോലെ മാച്ച് ആവണമെന്നില്ല. ബിക്കോസ് എല്ലാവരുടെ സ്കിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഫൗണ്ടേഷൻ്റെ കേസ് ആണെങ്കിലും ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നത് ഒരിക്കലും നല്ല കാര്യങ്ങളല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കല്യാണോ ഒരു ഫംഗ്ഷനോ വരുന്ന സമയത്ത് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ടൈമിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് ഫേസിൽ നിന്ന് ക്ലീൻ ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ നമ്മുടെ പോർസിലോ അവിടെ എവിടെയെങ്കിലും ഫൗണ്ടേഷൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ സ്കിന്നിൽ ഇനിയും പോർസ് ആക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞതിൻ്റെ ബേസിസിൽ എന്തെങ്കിലും സ്കിൻ ട്രീറ്റ്മെൻറ്റോ സ്കിൻ കൺസേൺ മാറാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം ഈ തരത്തിലുള്ള പ്രൊഡക്ട്സുകൾ നിങ്ങൾ ഒരിക്കലും സ്കിന്നിൽ യൂസ് ചെയ്യരുത്. പിന്നെ എൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിൽ ഞാൻ പറയുന്നതാണ്, കെമിക്കൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത സ്കിന്നിൽ ഓഫ് കോഴ്സ് പ്രശ്നങ്ങളുണ്ടാവും. ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് പൊന്നു ഓഫ് കോഴ്സ് നല്ല സ്കിൻ ടോൺ ഉള്ള ആളാണ്. പൊന്നുവിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അവരുടെ വീഡിയോ വ്ളോഗൊക്കെ കണ്ടറിയാം. അപ്പം പെട്ടെന്ന് ഒരു ഇച്ചിരി ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് വരുന്ന ഒരു ഗ്ലോയോ സാധനങ്ങളോ ഒന്നും അല്ല ഈ പൊന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുള്ളത്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൺസിഡർ ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ, ഇനി ഇങ്ങനത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ് ദ സെയിം ടൈം ഇനി ഇങ്ങനെ ഫൗണ്ടേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നല്ലൊരു ഷോപ്പിൽ പോയി അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ളത് തന്നെ വാങ്ങണം. ലോക്കൽ സാധനം വാങ്ങരുത്. വാങ്ങിയിട്ട് സ്കിന്നിലിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. ആൻഡ് യൂസ് ഫംഗ്ഷന് മാത്രം. അല്ലാത്ത ടൈം ഗോ വിത്ത് ദിസ്. ഈ നമ്മളുടെ ഈ സാധാരണ ഈ നോർമൽ ഫേസിൽ പോകാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ്സ് ഓൾവേസ് ഗുഡ്. ഇനി ചിലപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്നൊരു കമൻ്റ് ആയിരിക്കും, ചേച്ചി ഇതൊക്കെ ഇടുന്നുണ്ടല്ലോ, ചേച്ചി ഇതിടുന്നില്ല പറഞ്ഞിട്ടില്ല. ചേച്ചി ഇടുന്നത് ചേച്ചീൻ്റെ സ്കിന്നിന് പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ്. ആൻഡ് ചേച്ചി ഡെയിലി ബേസിസിൽ ഫൗണ്ടേഷൻ ഇടില്ല, അല്ല ഫാമിലി ഫംഗ്ഷൻ ഇങ്ങനത്തെ എന്തെങ്കിലും പോയാൽ മാത്രമേ ഇടലൂ. ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ കെയറും ചെയ്യലുണ്ട്. ഓക്കെ. ഇനി സ്കിൻ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് അടിക്കാം. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു. വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് അന്തം വിട്ട് വന്നിരിക്കുന്ന ഒരുപാട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്ന് എനിക്കായിട്ട് കുറേ സ്കിൻ കെയർ പ്രോഡക്ട്സ് നമ്മൾ പർപ്പിളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി ആദ്യം തന്നെ പറയാം, ഒട്ടും പ്രൊമോഷൻ അല്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് കേസ് കൊടുത്ത് മേടിച്ച് കുറച്ച് പ്രോഡക്ട്സ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു മാറ്റം കൊടുക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ എന്നെ തന്നെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യാറുള്ള അവനാണ്. എന്നെ എടുക്കുന്ന ഒരു പെർഫ്യൂം ആണ്. സത്യം പറഞ്ഞതിന്റെ മണം എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാട്ടാ. കാരണം അവൻ മണത്തോക്കി അവന് ഇഷ്ടപ്പെട്ടു, അവൻ മേടിച്ചു. ഏട്ടാ ഞാൻ മാത്രം അടിക്കാൻ പാടും എന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ്. ഞാൻ സാധാരണ അവന്റെ വല്ല പെർഫ്യൂം എടുത്ത് അടിക്കുന്ന ഒരാളാണ്. ഇനി അങ്ങോട്ട് അത് വേണ്ടെന്നുണ്ടാട്ടാ. പിന്നെ എന്റെ ഫേവറേറ്റ് പ്ലമ്മിന്റെ ബോഡി ലോഷൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല മോയ്സ്ചറൈസിംഗും ആണ്, നല്ലൊരു സ്മെല്ലാണ്. അപ്പൊ ഇത് എന്റെ ഒരു ഇഷ്ടത്തിന് മേടിച്ചതാണ്. ഈ ഒരു ഐറ്റം മാത്രമാണ് ഞാൻ എന്റെ ഇഷ്ടത്തിന് മേടിച്ചത്. അടുത്ത നടക്കുന്ന ഒരു സെറാണ്. ഇതിന്റെ പേരെന്താന്ന് എനിക്ക് ഓർമ്മയില്ലാട്ടത്. ഇത് അവൻ ചോദിച്ച് നല്ലതെന്ന് പറഞ്ഞിട്ട് തന്നെ മേടിച്ചു സെറാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി, അടിപൊളിയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തതിന്റെ ശേഷം ഇതിന്റെ എല്ലാം വീഡിയോ ചെയ്യുന്നത്. പിന്നെ സൺസ്ക്രീൻ ആണ്, ഇതും അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ മേടിച്ച എല്ലാ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് റൈസർ ആണ്. അത് കാർമസിയുടെ മാത്രമായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇത് ഒരുപാട് ബ്രാൻഡിന്റെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർമസിയുടെ ആണ്. ഞാൻ കാർമസിയുടെ തന്നെയായിട്ട് മേടിക്കാറ്. അടുത്ത് ഞാൻ മേടിച്ച ഒരു ഫേസ് സ്ക്രബാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊക്കെ ഒന്ന് ചെയ്ത് ടാനും കാര്യമൊക്കെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
അടുത്ത് ഞാൻ മേടിച്ച ഒരു ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റിയ സെറാണ് ഇത്. അവർ എൻ്റെ സ്കിൻ കണ്ടിട്ട് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഇത് യൂസ് ചെയ്തൊന്നുകൂടി നല്ലതായിരിക്കും എന്നിട്ട് മേടിച്ചതാണ്. ഇതൊക്കെ എൻ്റെ പരിപാടിയാണ്. പക്ഷേ ഇതേ ഒരു പ്രോഡക്റ്റ് മാത്രം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഇത് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. പക്ഷെ അവർ പറഞ്ഞത് നല്ലതാണ്, ഒരുപാട് പേര് മേടിക്കുന്നുണ്ടെന്ന് കേട്ടോ. പിന്നെ മേടിച്ചത് ആ ഫേസ് സ്കാനയുടെ ഒരു ലിപ് ബാം ആണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതിന്, നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് സ്കാൻ്റെ ലിപ്സ്റ്റിക് ആണ്, ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ലൈനറും മേടിച്ചു, അതും ഫേസ് സ്കാനറുടെയാണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കിട്ടുന്നതിൻ്റെ മൊത്തം ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് എനിക്ക് എന്തെങ്കിലും ഒരുപാട് പ്രൊഡക്ട്സ് മേടിക്കുന്നത്. പക്ഷേ എൻ്റെ ബില്ല് വന്നപ്പോൾ ഞാൻ തല കറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം രൂപയ്ക്കുള്ള ഐറ്റംസ് ആകുമ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാക്സിമം അങ്ങനെ 2 കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, കവറിലിരിക്കുന്നതുകൊണ്ട് കാണിച്ചു തന്നൊന്നും മാത്രമേ ഉള്ളൂ. പിന്നെ തയ്ക്കേണ്ട പ്രൊഡക്ട്സ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇന്നത്തെ സാറ് വെച്ച് ബാക്കി എല്ലാം ഞാൻ യൂസ് ചെയ്ത് നോക്കി, ബാക്കി എല്ലാം അടിപൊളിയാണ്. എനിക്ക് ആ സാറത്തിനും അഭിപ്രായം മാത്രമേ അറിയാത്തുള്ളൂ. അപ്പോൾ ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ലിങ്ക് വീഡിയോയുടെ മേളിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ബൈ. പുട്ടിന് തേങ്ങ ഇടുന്ന പോലെയാണ് ഇവരുടെ ഒരു കളി. എന്ത് വാങ്ങാണ്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ അങ്ങ് ഷെയർ ചെയ്യും. ലിങ്ക് അങ്ങ് ഷെയർ ചെയ്ത് അതിൽ നിന്ന് 4 ആൾ വാങ്ങിയാലല്ലേ ലിങ്ക് ലിങ്കിക്കാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല ഒരു സ്റ്റോറിൽ നിന്ന് തന്നെയാണ് വാങ്ങിയെന്നുള്ളത്. എന്ത് ഉറപ്പാണുള്ളത്? സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയതെങ്കിൽ ഇവരെന്തിനാണ് ലിങ്ക് ഇടേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമില്ല. ഇവർക്ക് ഇവിടെ എന്തൊക്കെയോ പ്രൊമോഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിട്ടുന്നുണ്ടാവും, കുറേ പ്രൊഡക്റ്റ് അയച്ചു തരുന്നുണ്ടാവും. ഇതിൽ ഇവർ പറഞ്ഞ പ്രൊഡക്റ്റിൽ കുറേ പ്രൊഡക്റ്റ് എനിക്കറിയാം. ഈവൻ കാർമേസിയുടെ ഫേഷ്യൽ റേസറിനെ എനിക്കറിയാം. പിന്നെ ഇവർ പറഞ്ഞ ലിപ് ബാമിനെ കുറിച്ചിട്ട് എനിക്കറിയാം. പിന്നെ ഇവർ പറഞ്ഞ ഒരു ബോഡി ലോഷൻ അതിനെ കുറിച്ച് അറിയാം. ബാക്കി 3 സാധനത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല. എനിക്കിവിടെ വന്ന് ചിരി വന്നൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ആ കടയിലെ ചേച്ചി എൻ്റെ മോൻ കണ്ടപ്പോൾ പറഞ്ഞ് ഈ സെറം മൂക്ക് ചേരും, മോളോ സ്കിന്ന് ഡ്രൈ അല്ലേ, ഈ സെറം യൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഈ പെർട്ടിക്കുലർ ആൾ ആ ഒരു സെറം യൂസ് ചെയ്യുന്നൊരു സെറം കാണിച്ചു തന്നു. ആൻഡ് അവിടെ സെറം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിശദീകരിച്ച് എനിക്ക് പറയാനറിയില്ല. പക്ഷേ കെമിക്കൽ സാധനമാണ് സെറം. ഇപ്പോൾ ഒരു 2%, ഞാൻ ഇതുവരെ യൂസ് ചെയ്യില്ല, 2% സാലിസിലിക് ആസിഡ് സിറാണ്. അത് 1-2 ഡ്രോപ്പ് എടുത്തിട്ട് ഫേസിലൊന്ന് ടാപ്പ് ചെയ്യാൻ മാത്രമേ പാടൂ. ഇങ്ങനെ ഈ മെഴുകുന്ന ഞാൻ കാണലുണ്ട് ചില ഇൻഫ്ലുവൻസേഴ്സൊക്കെ വീഡിയോൻ്റെ ഒരു ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ, ഇത്രയൊന്നും ഇടാൻ പാടില്ല. ആൻഡ് ദാറ്റ്സ് നോട്ട് ഗുഡ്. ആൻഡ് ഈ സെറം പൊതുവേ, ബാക്കി നിങ്ങൾ മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ നിങ്ങൾ വിട്, സെറം പൊതുവേ 4 ആൾ പറയുന്നത് കേട്ട് ഉപയോഗിക്കരുത്. സ്കിൻ കൺസേൺ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ആൻഡ് ഇവിടെ തന്നെ ഇപ്പോൾ പൊന്നൂര് ഫേസ് കണ്ട സമയത്ത് പൊന്നു മേക്കപ്പ് ഫൗണ്ടേഷൻ ഒന്നും ഇട്ടു എന്ന് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലുമൊക്കെ പൊന്നു ഇട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഒരു സൺസ്ക്രീനെങ്കിലും ഇട്ടിട്ടുണ്ടാവും. കാരണം ഇവരൊക്കെ അത്രത്തോളം സൺസ്ക്രീനും മോയ്സ്ചറൈസറിനെയും പറയുന്ന ആളല്ലേ. അതിൻ്റെ മുകളിലല്ല സെറ ഇടേണ്ടത്, അതിൻ്റെ മുകളിലല്ല സെറ ഇടേണ്ടത്. ഇത്രയും പ്രൊഡക്റ്റ് വാങ്ങി അതിൽ 1/4 പ്രൊഡക്റ്റും ഈ വീഡിയോയിൽ കാണുമ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല, മേ ബി പിന്നെ ചെയ്യണം. ഒരു 1-2 യൂസിൽ തന്നെ ഇതെല്ലാം അടിപൊളി പ്രൊഡക്റ്റാണ്, സൂപ്പർ പ്രൊഡക്റ്റാണ്, പൊള്ളിഷാനാണ്, എങ്ങനെയാണ് പറയാൻ പറ്റുക? എല്ലാവരും ഏറ്റവും കൂടുതൽ റിവ്യൂ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അല്ല യൂട്യൂബിൽ, കാർമേസി അണ്ടർ ആം റോളർ. ഞാൻ വാങ്ങി ഉപയോഗിച്ച്, എനിക്ക് പൊതുവേ എൻ്റെ അണ്ടർ ആംസ് അത്ര ഡാർക്ക് കളർ ഉള്ളതല്ല. ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ആ പണി കിട്ടിയിട്ടുണ്ട്. ഞാനത് വളരെ ക്ലിയറായി പറഞ്ഞു കൊണ്ടിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഈ ഹൈപ്പ് വെറുതെ നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്, വിത്ത് പ്രൂഫ് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഈ സാധനം കാണിക്കണം. ഇവൻ ഞാനിപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ഒരു എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈക്ക് ഒരു വെഞ്ചറിൽ നിന്ന് അവരെനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് അയച്ചു തന്നു. ഞാൻ ഇതുവരെ അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടില്ല. എനിക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിയ ഡേറ്റ് മേ ബി എൻ്റെ ഈ ഫോൺ നോക്കിയാൽ എത്രയോ മുമ്പാണ്. ഞാൻ ആ റിവ്യൂ ഇടാത്തതിൻ്റെ ഒരു റീസൺ എന്താ അറിയോ? ഇങ്ങനെ പെട്ടെന്ന് റിവ്യൂ ഇടാൻ പറ്റില്ല. കാരണം അതെനിക്ക് ഉപയോഗിക്കണം. 1 മാസമോ 2 മാസമോ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ റിവ്യൂ ഇടൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ കാലം ഉപയോഗിച്ചതിന് ശേഷം റിവ്യൂ ഇടാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഹസ്ബൻഡ് കെയർ എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്നുള്ള അർത്ഥമല്ല, അതിന് വേറെയും കുറേ ഇതുണ്ട്. വളരെ വളരെ ഹസ്ബൻഡിൻ്റെ കെയറിനെ ഒരു എന്താണ് പറയുക, പൂക്കി വൈബാക്കുന്ന രീതിയിലാണ് എനിക്ക് ഈ ഒരു സാധനം ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഇങ്ങനത്തെ കുറേ ടീമുകളുണ്ടടാ. നമ്മൾ വീട്ടിലെ കാര്യങ്ങളും അടുക്കളയത്തെ കാര്യങ്ങളും ഡെയിലി വ്ളോഗ്സും ഡെയിലി ലൈഫും കാര്യങ്ങളും കാണിച്ച് പിന്നെ അവരെന്തോ ഏറ്റവും വലിയ ഡെർമറ്റോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞ് വന്നിരുന്ന് പ്രസംഗിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് പൊന്നിൻ്റെ മുഖത്ത് ഓഫ് കോഴ്സ് ചുവന്ന കളറ് പാടും അതും ഇതും കുന്തൊക്കെ വന്നതോടുകൂടി വീഡിയോൻ്റെ താഴെ കുറേ കമൻസ് വന്നു. അതിനൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് ഹസ്ബൻഡും വൈഫും കൂടെ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഇപ്പൊ കുറെ പേര് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒരു വർഷം മുന്നേ വരെ എനിക്ക് വലിയ പ്രശ്നങ്ങൾ എന്റെ ഫേസിലേക്ക് എനിക്ക് തോന്നിയിട്ടില്ല. 1 വർഷത്തിന് ശേഷം എനിക്ക് ചൂടടിക്കുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ, ഭയങ്കര റെഡിഷ് ആണോ പോലെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അല്ലാതെ പ്രത്യേകിച്ച് അതിന് വരാനുള്ള കാരണം ഞാൻ എന്റെ മുന്നിൽ കാണുന്നില്ല. ചൂടടിക്കുമ്പം എൻ്റെ സ്കിന്ന് റെഡിഷ് ആവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. സൺബേൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതായിരിക്കാം.
ഇനി അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ, നമ്മൾ ഈ കെമിക്കൽ ക്രീംസുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കറിയുന്ന ക്രീമാണ് സ്കിൻ ഷൈൻ, സ്കിൻ ലൈറ്റ്, മെലാക്കെയർ എന്നൊക്കെ പറയുന്ന സ്കിൻ വൈറ്റനിങ് ആയിട്ടുള്ള നല്ല കെമിക്കൽ കോമ്പൗണ്ടുള്ള ക്രീം. ഇത് അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ഈ സ്കിന്നിൻ്റെ ഈ മുകളത്തെ ലെയർ മെല്ലെ അങ്ങ് പീൽ ചെയ്തു പോകും. അപ്പോഴാണ് നമുക്കൊരു സ്കിന്നിന് നല്ലൊരു വെളുപ്പ് തോന്നുക. ഈ ലെയർ പീൽ ചെയ്തു പോയാൽ നമ്മുടെ ആ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. പിന്നെ വെയിൽ കൊണ്ടാലോ കുറച്ചധികം മേക്കപ്പ് പ്രൊഡക്ട്സ് പോയാലോ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ചോത്ത് വരും. പൊന്നൂന് ഇത് സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നതാണ്. കാരണം ഇതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ട്രൈ ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ട്. ഇന്നത്തെ ടീനേജേഴ്സിനാണ് ഈ ലഹരി, പ്രണയം, ഒളിച്ചോട്ടം, അല്ലെങ്കിൽ കച്ചറ ഉണ്ടാക്കുക, സൂയിസൈഡ്, ഈ കളികളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഫോൺ കിട്ടിയില്ല മരിക്കുന്നു, വണ്ടി കിട്ടിയില്ല മരിക്കുന്നു, ഗെയിം കളിക്കാൻ സമ്മതിച്ചില്ല ചാടുന്നു, പ്രണയിക്കുന്നു, ഒളിച്ചോടുന്നു. നാളല്ലേ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ ഏതോ നോർത്ത് സൈഡിൽ നിന്ന് പിടിച്ചേ. നമ്മളുണ്ടായിരുന്ന സമയത്ത് എങ്ങനെ സ്കിൻ വെളുപ്പിക്കാം, എന്ത് ക്രീം തേക്കാം, എന്ത് ലിബാം ഇടാം, ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു ടീനേജ് കളികൾ. അതുകൊണ്ടാണ് ഇതൊക്കെ യൂസ് ചെയ്ത ഫ്രണ്ട്സ് നമുക്കുണ്ട്. അവസാനം എന്റെ കെട്ടിന് ഒരു പ്രാന്ത് വന്ന്, അല്ല ഞാൻ എപ്പോഴും പറഞ്ഞു എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കാം, ഇങ്ങനെ വെച്ചിരിക്കരുത് പറഞ്ഞിട്ട്. ഇല്ലേട്ടാ അതാ ഇതാന്ന് ഇങ്ങനെ നിന്നിട്ട് അവസാനം എന്തായാലും അല്ല ഹാസ്റ്റലിലെത്തിയപ്പോ അച്ചു കാത്തുന്റെ അടുത്തുണ്ട്, പൊന്നിനോട് പൊന്നു വാ ഡോക്ടറെ കാണാം. എന്നിട്ട് നേരെ പോയിട്ട് ഡോക്ടറെ കണ്ടു അല്ലേ, ഡോക്ടറെ കണ്ടു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റായി. ഇപ്പൊ ചെറിയ ട്രീറ്റ്മെന്റിലാണ് ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. എന്റെ സ്കിന്ന് സെൻസിറ്റീവ് ആണ്, ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്റെ ചെറിയ പ്രശ്നം വന്നിട്ടുള്ളത്. എൻ്റെ സ്കിന്ന് സെൻസിറ്റീവും ഡ്രൈയും ആയതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രശ്നം വന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിന്നും ഈ ഡ്രൈ സ്കിന്നും ഇപ്പോൾ ഒരു കൊല്ലമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ പണ്ട് വേറെ എന്തേ സ്കിന്നാണോ? എനിക്ക് പണ്ട് തൊട്ടേ ഓയിലി സ്കിന്നാണ്, ഇപ്പോഴും എനിക്ക് ഓയിലി സ്കിന്നാണ്. ഇതിന് വലിയ മാറ്റമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ പണ്ട് വേറെ എന്തൊരു സ്കിന്നും ഇപ്പോൾ ഒരു വർഷമായിട്ടാണ് ഈ ഇഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു വർഷമായിട്ട് സ്കിന്ന് സെൻസിറ്റീവും ഡ്രൈ ആയോ? അങ്ങനെ ആയെങ്കിൽ ഒരു വർഷമായിട്ട് എന്തോ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടല്ലേ സെൻസിറ്റീവും ഡ്രൈയും ആയത്? അല്ല, ഞാൻ ചോദിച്ചു പോയതാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഇവിടെ ഈ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പൈസയാണ്. അനുഭവം കൊണ്ട് ഞാൻ പറയാം, നല്ല പൈസയാണ്. കാരണം അത് കുറ്റം പറയല്ല, ഡെർമറ്റോളജിസ്റ്റ് കാണിക്കുന്ന ക്രീംസിനാണെങ്കിലും ഫേസ് വാഷിനാണെങ്കിലും സൺസ്ക്രീനാണെങ്കിലും നല്ല എക്സ്പെൻസാണ്, നല്ല റേറ്റുള്ള പ്രൊഡക്റ്റാണ്, എല്ലാം. അപ്പം നല്ല പൈസ ഉള്ള ആൾക്കാർക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ അഫോർഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അല്ലാത്ത ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഡെർമറ്റോളജിസ്റ്റിനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ കാണിക്കുന്ന സൺസ്ക്രീനിന് 299, ഞങ്ങളുടെ കോഡ് എടുത്താൽ 199 കിട്ടും. ഈ സൺസ്ക്രീനിന് 499, എൻ്റെ കോഡ് എടുത്താൽ 200% ഓഫിൽ 2999 കിട്ടും എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ സാഹചര്യമില്ലാത്ത വ്യക്തികൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ പ്രൊഡക്റ്റുകൾ വാങ്ങാനും അത് ഉപയോഗിക്കാനും തുടങ്ങും. പിന്നെ സ്കിന്നിന് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ ഇവരെ കൊണ്ടാവില്ല. ഇവർക്ക് പറ്റും, കാരണം ഇവരൊരു വീഡിയോ ഇടുമ്പോൾ, ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ, ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ പൈസ കിട്ടുന്നത്. എന്ന് പറഞ്ഞ് നാളെ ഈ ലോകത്തുള്ള എല്ലാവർക്കും തുറന്നു വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ? ഇല്ല. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ചിലർ പറയും നിങ്ങളൊരു ക്യാമറ വെച്ച് വീഡിയോ ഇടുന്നോന്ന്. ഇതിപ്പം നടക്കുന്ന കാര്യമാണോ? അപ്പോൾ ഒരു 3 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫേസ് എത്രത്തോളം മോശമാവണമെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെന്റിൽ കിടക്കുക. അങ്ങനെയൊന്നും ഞാൻ അത് ചിന്തിക്കാതിരിക്കും. അല്ല, പറഞ്ഞല്ലോ ഈ 3 ആഴ്ച എനിക്ക് ഡോക്ടറെ അത് കുറച്ച് മരുന്നുണ്ട്, അത് യൂസ് ചെയ്ത് എന്റെ ഫേസിൽ കുരുക്കൾ വരുന്നുണ്ട്, പാടുകളുണ്ടായിരുന്നു. ഇങ്ങനെ കുരു വന്നിട്ട് അങ്ങനെ വീർത്തരാത്തന്റെ റെഡിഷ് പാടുകളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങനെ കുരുക്കളായി വന്നിട്ടുണ്ട് ഒരു ദിവസത്തെ മരുന്നിൽ തന്നെ. ഇതാ നോക്ക്, ആ റെഡ് കുത്തുള്ള ഇപ്പൊ കുരുക്കളായി മാറി. ആ റെഡ് കളർ വന്നിടത്തൊക്കെ ഇപ്പൊ കുരുക്കളായി മാറിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു 3 ആഴ്ചയുടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു നമുക്ക് ലൈഫ് ലോങ് ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിട്ട് ഇപ്പൊ ഈ ഒരു 3 ആഴ്ച വെറുതെ വിടാണ്. അപ്പൊ ഒരു 3 ആഴ്ചത്തേക്കുള്ള മരുന്ന് തന്നിട്ട് അപ്പൊ അത് കഴിക്കുമ്പോൾ എന്തായാലും എന്റെ മുഖത്ത് നല്ലോണം കുരുക്കൾ വരും. എങ്ങനെയൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് എത്രത്തോളം അതാവുമെന്ന് നോക്കിയിട്ട് ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്യാന്നാ പറഞ്ഞിരിക്കണ. ആ ഒരു കാര്യം കൂടി ഈ പ്രാവശ്യം നടന്നിട്ടുണ്ട്. വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട്, നല്ല വിഷമമുണ്ട്. എത്രയൊക്കെയാണെങ്കിലും നമ്മുടെ സ്കിന്ന് ഇങ്ങനെ നാശമാകുമ്പം ഒരു വ്യക്തിക്കും ഇങ്ങനെ കണ്ട് ചിരിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴാണ് ആ വീഡിയോ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഈ ഭാഗം നല്ലോണം പൊന്നിൻ്റെ ചുവന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എന്തിൻ്റെയൊക്കെയോ ഒരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് കൊണ്ടുണ്ടായതോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒരു ലോങ് ടേം ബേസിസിലാണ് വരിക, പെട്ടെന്ന് വരണമെന്നില്ല. അപ്പം ഇങ്ങനെയുള്ള എന്തോ ഒരു സാമഗ്രിയാണ് ഇവിടെ പൊന്നു ചേച്ചീനെ സംബന്ധിച്ച് ഇവിടെ നടന്നിട്ടുള്ളത്. അത് എന്താണെന്ന് അറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ കുരു പൊന്തിയതിലൊക്കെ ഡിപ്രഷൻ അടിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ അറിവ് ബേസിസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ റെഡിഷ് ഇങ്ങനെ സ്പോർട്സിൽ വരണമെങ്കിൽ അതിന്
റീസൺ ഇതൊക്കെ ആവാം. അപ്പം എനിക്ക് എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇങ്ങനത്തെ ആൾക്കാർ കാണിക്കുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും വാങ്ങി എക്സ്പെരിമെൻറ്റ് ചെയ്യരുത്. കുറച്ച് പൈസയായാലും നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ഇനി അത് പറ്റില്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് ഉണ്ടടാ. നമ്മുടെ ഫേസിൽ ഓയിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ മുൾട്ടാനി മിറ്റി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾ പാല് തൈര് ഫേസിൽ അപ്ലൈ ചെയ്യാണ്ട് നല്ല വെള്ളമോ റോസ് വാട്ടറോ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുക. മുഖം വാഷ് ചെയ്യാൻ കടലപ്പൊടി ആൻഡ് ചെറുപയർ പൊടി ഈസ് ദ ബെസ്റ്റ് തിങ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കോഫി ഫേഷ്യൽ ചെയ്യാൻ നോക്കുക. കോഫി ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് നമ്മളുടെ സ്കിന്നിൽ തരുന്ന ഒരു സാധനമാണ്. അത് സാധാരണ കോഫി ഇടുക, സ്ക്രബ് ചെയ്യുക. പിന്നെ ഇവർ ഈ വീഡിയോയിൽ സ്ക്രബ് എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതല്ല. ആഴ്ചയിൽ 2 തവണ ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 തവണയോ ചെയ്യാം. ഇനി നല്ല നല്ല സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി വൺസ് ഇഫ് യു ക്യാൻ അഫോർഡ് ഒരു ക്ലീനപ്പ് എടുക്കുന്നത് ഇസ് വെരി ഗുഡ് ഫോർ യുവർ സ്കിൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ബേസിക് കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തവർ നന്നായി എക്സ്പെരിമെൻറ്റ് ചെയ്ത് നല്ല നല്ല ആൾക്കാരോട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യാം. അപ്പം അടുത്തൊരു ബ്യൂട്ടി പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കും കൂടെ സ്കിന്നിന് പണി കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചതിക്കുന്നുണ്ടെങ്കിൽ തിരിഞ്ഞ് കർമ്മ ഈസ് എ ബൂമറാങ് പോലെ തിരിഞ്ഞു വരുന്ന പോലെ മേ ബി കുറേ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തതിൻ്റെ ഒരു ബൂമറാങ് ആണോ എന്നുള്ളതൊക്കെ നമ്മളോട് പറഞ്ഞില്ലെങ്കിലും നമുക്കറിയില്ലെങ്കിലും നമുക്കത് പുറത്ത് പറയാൻ പറ്റില്ലെങ്കിലും സ്വയം റിയലൈസ് ചെയ്തത് നല്ലത്. അപ്പം അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി അൺഫിൽറ്റേർഡ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്തുക.